9.5 വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം. കഴിഞ്ഞ ഗവൺമെൻറ് 112 ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ. അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട 82 ലക്ഷം രൂപ പോലും 3 വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ്. ഈ 9 വർഷവും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ലെന്ന് നമുക്കെല്ലാം വ്യക്തമാണ്. എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ, 3 കൊല്ലമായിട്ട് 10 കോടി രൂപ എല്ലാ വർഷവും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് കൊടുക്കേണ്ട കവനന്റ് പ്രകാരം കൊടുക്കേണ്ട 10 കോടി കൊടുത്തില്ല എന്ന് പോട്ടെ, കവനന്റ് പ്രകാരം കൊടുക്കേണ്ട 82 ലക്ഷം രൂപ പോലും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ 50% ദേവസ്വം ബോർഡും 50% ആരാ സർക്കാരാണ് കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡിനെ കൊണ്ട് മുഴുവൻ പൈസ ചെലവാക്കിച്ചു ഇത്രയും നാൾ. മാത്രമല്ല അയ്യപ്പ സംഗമത്തിന് ബോർഡ് വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ. അയ്യപ്പനില്ല, പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇല്ല. ദേവസ്വം ബോർഡിൻ്റെ ആണെന്ന് പറയുന്നു അയ്യപ്പ സംഗമം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോൾ എന്താണെന്ന് അറിയാമോ? ഫുഡ് കമ്മിറ്റി അധ്യക്ഷൻ. ഇതാണ് വെറുതെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നടക്കുന്ന ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയാൻ തന്നെ ചെയ്യും. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ആരെ കൂടെ കൊണ്ടു നടക്കണം അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. സ്വന്തം വണ്ടിയിൽ ആരെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് തീരുമാനിക്കണം മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, അതിലൊന്നും ഞാൻ ഇടപെടില്ല. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എം വി ഗോവിന്ദൻ തന്നെ ഇത് പറയണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദൻ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ 1-ാം പ്രതിയാക്കേണ്ടതാണ് ആ കേസിൽ. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജൻ്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എം വി ഗോവിന്ദനാണ്. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു കാണും. കഴിഞ്ഞ 1 മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഇപ്പം കേസ് കൊടുത്തപ്പോൾ 24 മണിക്കൂറിനകം കേസെടുത്ത്. നല്ല കാര്യം. അല്ലല്ല, കേസെടുത്ത് നല്ല കാര്യം. പക്ഷേ ഇതിനു മുമ്പ് കൊടുത്ത കേസുകളിൽ ഒന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. 2ാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാണ്. എത്ര മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അഖില ഇല്ലേ, ആക്രമിച്ചില്ലേ? സൈബർ ആക്രമണം ഉണ്ടായി. എന്ത് നടപടിയാണ് എടുത്തത്? എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി CPM സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു? എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത്. എന്നിട്ട് കേസൊക്കെ എവിടെ പോയി? ആ കേസൊക്കെ എവിടെ പോയി? ഈ കേസെടുത്തപ്പോൾ ഇരട്ട നീതിയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് താനാണ് 1 മാസം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം, അതായത് ഒരു CPM വനിതാ നേതാവും ഒരു MLA തമ്മിൽ അഭിഹിതമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് ഒരു ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. മണ്ഡലം സെക്രട്ടറിയാണ്, നടപടി എടുക്കുക. ഇത് 1 മാസം മുമ്പെന്നുള്ള കേസല്ലല്ലോ. ഇത് 1 മാസം മുമ്പെന്നുള്ള നിങ്ങൾക്ക് കൈരളിക്ക് ഇയാൾ ചോദിക്കണതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കൈരളിക്ക് ഇതിന്റെ ഡേറ്റ് അറിയാൻ പാടില്ല. അറിയാം, ഇത് അറിയാത്ത മറ്റും 1 മാസം എന്നൊക്കെ പറയുന്നത് കൺഫ്യൂഷൻ ആക്കാൻ നോക്കി. ഇതിന്റെ 1 മാസം മുമ്പ് ഉണ്ടായ സംഭവം അല്ലല്ലോ.
അന്വേഷിക്കും. സംഭവം ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, അവരുടെ പോസ്റ്റിലൊന്നും അവരുടെ ആരുടെയും പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെയും പേരുകളുണ്ടായി ഒരു കാര്യം അല്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു കാര്യം, കഴിഞ്ഞ ഒരു മാസമായി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച്, എന്നെക്കുറിച്ച് അടക്കം മുഴുവൻ ആളുകളെയും കുറിച്ച് കാണാവുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇഷ്ടംപോലെ ആരോപണമുണ്ട്. അന്നൊക്കെ ചെന്ന് നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലോടൊന്നും പോയി ചോദിച്ചില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇറക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും അതുപോലെ വാർത്തകൾ നടന്നാലും എന്തിനാ എൻ്റെ നെഞ്ചത്തോട്ട് കയറണം? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. അതിൽ ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പങ്ക്, എന്ത് പങ്കാണ് വഹിച്ചതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. എറണാകുളത്ത് ലെനിൻ സെൻറ്ററിൽ പാർട്ടിയുടെ ഞങ്ങളാരും അവിടെ കയറില്ലല്ലോ, ജില്ലാ സെക്രട്ടറി കിടക്കണതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ച ബിരുദന്മാരുള്ള ജില്ലയാണിത്. എന്തു വൃത്തികേടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? നിങ്ങൾക്ക് എല്ലാ ഉത്തരവും പറയാനല്ല നിൽക്കണ കയ്യിലേക്ക്. ഞാൻ പറയുന്നത്, എന്നിട്ട് അതെങ്ങനെ പോയത്? ഈ വാർത്ത ആദ്യം, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആദ്യം പുറത്തു പോയത് CPM-ൽ തന്നെയാണ്. ആ വാർത്ത പുറത്തുപോയി, ചാനലിൽ വാർത്ത വന്നു, പത്രത്തിൽ വാർത്ത വന്നു. ആ പത്രത്തിലെ വാർത്തകൾ കോൺഗ്രസിലെ ഹാൻഡിലുകൾ ചെയ്തു കാണും. കാരണം കഴിഞ്ഞ ഒരു മാസമായി ഈ ക്രൂരമായ ആക്രമണമാണ് CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നേരെ അവർ ചെയ്തു കാണും. ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അന്നും പറഞ്ഞാണ് ആരും ചെയ്യരുത്. പക്ഷെ അത്രയും മോശമായിട്ട് ചെയ്തു. അതൊന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ. അപ്പൊ ആ കൂടെ ഇതും കൂടി അന്വേഷിച്ചാൽ എല്ലാ ഉണ്ണികൃഷ്ണന്മാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. KJ ഷൈൻ വിഷയത്തിലടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചു. നേരത്തെ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി ഒരു കപടഭക്തനെ പോലെ സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ്. KJ ഷൈൻ വിഷയത്തിൽ എന്താ പറഞ്ഞതുപോലെ എന്തിനാണ് എന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്ന ചോദ്യം ആവർത്തിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.